First question. A and B move clockwise around a circle starting from a common point O. A takes 9 minutes to complete a round but restart after a delay of 1 minute. B takes 13 minutes to complete the round but restart after a delay of 2 minutes. How many minutes after they began would they meet again at O? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സർക്കിൾ ഉണ്ട്, എയും ബിയും അതിന് റൗണ്ട് അടിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ഓ. എ ടേക്സ് 9 minutes ടു കംപ്ലീറ്റ് ദ റൗണ്ട്. എക്ക് 9 minutes വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. 1 minute ഡിലേ ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും റൗണ്ട് അടിക്കും. ബിയോ? ബിക്ക് 13 minutes വേണം കംപ്ലീറ്റ് ചെയ്യാൻ. 2 minute ഡിലേ ഉണ്ട്, പിന്നെ വീണ്ടും റൗണ്ട് അടിക്കും. അങ്ങനെ ഏത് മിനിറ്റിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു റൗണ്ട് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിരുന്നു? ഓ. എ ടേക്സ് 9 minutes ടു കംപ്ലീറ്റ് ദ റൗണ്ട്. അപ്പോൾ എ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 9 minutes കഴിഞ്ഞു, ഓയിലെത്തി. പിന്നെ 1 minute ഡിലേ ഉണ്ട്, അവിടെ നിന്നു. അപ്പോൾ എന്തായി? 10 minutes ആയി. 10ൽ വീണ്ടും റൗണ്ട് ചെയ്തു, 9 minutes എടുത്തു. അപ്പം 10 + 9 19 ആയി. 20ൽ അവിടെ നിന്നു, വീണ്ടും റൗണ്ട് അടിച്ചു, 29 ആയി അല്ലേ? 29 ആയി. പിന്നെ 1 minute നിന്നു, 30 ആയി. അങ്ങനെ എയുടെ പോകും. ബിയോ? ബി ടേക്സ് 13 minutes ടു കംപ്ലീറ്റ് ദ റൗണ്ട്. ബിക്ക് ഇവിടുന്ന് എന്ത് വേണം? 13 minutes വേണം റൗണ്ട് അടിക്കാൻ. പിന്നെ 2 minute ഡിലേ ഉണ്ട്, 14ലും 15ലും അവിടെ നിൽക്കണം. പിന്നെ 15ൽ നിന്ന് വീണ്ടും 13 minutes എടുത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓയിലെത്തണം. അപ്പോൾ ബിയുടെ എങ്ങനെ വരും? 13ൽ റൗണ്ട് അടിച്ച് ഓയിലെത്തി, 14ഉം 15ഉം അവിടെ നിന്നു. പിന്നെ 15 + 13 28 ആയി. 28ൽ ഓയിൽ നിന്നു, 29ഉം 13 ഓയിൽ നിന്നു, 30 + 13 അങ്ങനെ ബിയുടെ പോകും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? 29th മിനിറ്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14 of the students in a class are girls. 14 of the students in a class are girls. 8 students in the class wear blue shirts. 2 are neither girls nor wear blue shirt. 5 students who wear blue shirts are girls. How many students are there in the class? 14 students in a class are girls. ഒരു ക്ലാസ്സിലെ 14 students ഗേൾസ് ആണ്. 8 students ബ്ലൂ ഷർട്ട് ഉണ്ട്. 8 സ്റ്റുഡൻസിന് ബ്ലൂ ഷർട്ട് ഉണ്ട്. 2 are neither girls nor wear blue shirt. 2 പേര് ഗേൾസ് അല്ല, അതായത് 2 പേര് ബോയ്സ് ആണ്, അവർ ബ്ലൂ അല്ല ഇട്ടേക്കുന്നത്. 5 students who wear blue shirts are girls. 14 ഗേൾസിൽ 5 ഗേൾസ് ബ്ലൂ ഷർട്ടാണ്. നമുക്കത് ചാർട്ട് വഴി നോക്കാം. അപ്പോൾ ആദ്യം എന്താ തന്നേക്കുന്നത്? ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, ബ്ലൂ ഷർട്ട് ഇട്ടവരുണ്ട്. അതിൽ 14 ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 14 ഗേൾസ് ഉണ്ട്. പിന്നെ എന്താ? 8 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് വെയർ ബ്ലൂ ഷർട്ട്. ബ്ലൂ ഷർട്ട് ഉള്ളത് എത്ര പേരുണ്ട്? 8 പേര്. 2 ആർ നെയ്തർ ഗേൾസ് നോർ വെയർ ബ്ലൂ ഷർട്ട്. ഗേൾസ് അല്ല, ബോയ്സ് ആണ്, ബ്ലൂ അല്ല. അപ്പോൾ എന്ത് വരും? 2 പേര് ഈ പാർട്ടിൽ വരും. ദെൻ 5 സ്റ്റുഡൻസ് ഹൂ വെയർ ബ്ലൂ ഷർട്ട്സ് ആർ ഗേൾസ്. 14 ഗേൾസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ബ്ലൂ ആയിട്ടുള്ള എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ബാക്കി എത്ര പേരുണ്ട്? 14 ഗേൾസിൽ 5 പേര് ബ്ലൂ ആണ്, ബ്ലൂ അല്ലാത്തവർ 9 ഉണ്ട്. ടോട്ടല് 8 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് വെയർ ബ്ലൂ ഷർട്ട്. 8 പേരാണ് ബ്ലൂ ഉള്ളത്, അതിൻ്റെ അകത്ത് 5 പേര് ഗേൾസ് ആണ്. അപ്പോൾ ബാക്കി എത്ര പേരാ ബോയ്സ്? 3 പേര് ബോയ്സ് ആണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നോക്കണ്ടേ. 14 ഗേൾസ് ഉണ്ട്, 5 ബോയ്സ് ഉണ്ട്. ടോട്ടൽ എത്രയും? 19. 9 + 5 + 3 + 2 19. ഓപ്ഷൻ എ ആണ്. അപ്പം അത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റിക്ക് ഓഫ് ലെങ്ത് L is broken into 2 pieces at random. What is the average length of the smaller piece? ലെങ്ത് L ഉള്ള ഒരു സ്റ്റിക്ക് ഉണ്ട്, ബ്രോക്കൺ ആയി 2 പീസ് ഉണ്ട്. അതിൻ്റെ അത് സ്മോളർ പീസിൻ്റെ ആവറേജ് ലെങ്ത് കാണണം. അപ്പം നമുക്കൊരു സ്റ്റിക്ക് ഉണ്ട്, അത് 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു സ്മോൾ പാർട്ട് ഉണ്ട്, അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പം ഈ ലാർജർ പാർട്ട് എന്തായിരിക്കും?
ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ലാർജർ പാർട്ട് L മൈനസ് എക്സ് ആയിരിക്കും. ദെൻ ഈ കട്ട് ചെയ്തത് മിഡിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ, ഹാഫ് ലെങ്ത് വന്നേനെ. അപ്പം സ്മോളർ പീസും ലാർജർ പീസും ഉണ്ടാകുമോ? ഇല്ല. അപ്പം സ്മോളർ പീസും ലാർജർ പീസും വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നത് ഹാഫിൽ താഴെ ആയിരിക്കണം അല്ലേ? അതെ. അപ്പം എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? 0ക്കും L/2നും ഇടയ്ക്കായിരിക്കും എക്സിന്റെ വാല്യൂ കിടക്കുന്നത്. 0ക്കും L/2ന്റെ ഇടയ്ക്കായിരിക്കും എക്സ്. വാട്ട് ഈസ് ദ ആവറേജ് ലെങ്ത് ഓഫ് സ്മോളർ പീസ്? അപ്പോൾ അതിന്റെ ആവറേജ് ലെങ്ത് എങ്ങനെ കാണും? 0 പ്ലസ് L/2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഹാഫിന്റെ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആകും. സ്മോളർ പീസിന്റെ ആവറേജ് ലെങ്ത് വേണ്ടേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0ക്കും L/2നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അതിന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുമ്പോൾ 0 പ്ലസ് L/2 ഡിവൈഡഡ് ബൈ 2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? L/4. അതേതാണ്? ഓപ്ഷൻ ബി. L/4 വരും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then next question. A long distance runner finds a water station after completing 1/7 of the total distance. After covering another 1/6 of the total distance, he gets medical aid. Another runner joins him 4 km after the medical aid station. The second runner stops 4 km before the completion of the run, covering half of the total distance. What is the total distance? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസിന് എന്തെഴുതാം? എക്സ് എന്ന് എടുക്കാം. അപ്പം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് എക്സ് ആണ്. എക്സിന്റെ 1/7 ഓടിയപ്പം അയാൾ വാട്ടർ സ്റ്റേഷൻ കണ്ടു. അപ്പം ആദ്യം ഒരു 1/7 ഉണ്ട്, പിന്നെ എന്താണ്, ആഫ്റ്റർ കവറിങ് അനദർ 1/6, പിന്നെ ഒരു 1/6 ഉണ്ട്. മെഡിക്കൽ എയ്ഡ് കണ്ടു. അനദർ റണ്ണർ ജോയിൻസ് ഹിം 4 km ആഫ്റ്റർ മെഡിക്കൽ എയ്ഡ്. ഇത് മെഡിക്കൽ എയ്ഡ് ആണ്. മെഡിക്കൽ എയ്ഡ് കഴിഞ്ഞ് 4 കിലോമീറ്ററും കൂടെ കഴിഞ്ഞപ്പം വേറൊരു റണ്ണറും കൂടെ ഇവന്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പം ആദ്യം എക്സ് 1/7 ഉണ്ട്, 1/6 ഉണ്ട്, 4 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ് എടുക്കുന്നെങ്കിൽ ആദ്യം വാട്ടർ സ്റ്റേഷൻ കാണുന്നത് വരെ x/7 ഉണ്ട്. പിന്നെ ആഫ്റ്റർ കവറിങ് 1/6 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 1/6 കവർ ചെയ്തു. പിന്നെ ഒരു 4 കിലോമീറ്ററും കൂടെ കഴിഞ്ഞപ്പം അടുത്തയാൾ ജോയിൻ ചെയ്തു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ദ സെക്കൻഡ് റണ്ണർ സ്റ്റോപ്സ് 4 km ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ റൺ. ടോട്ടൽ ഡിസ്റ്റൻസിന് 4 കിലോമീറ്റർ മുമ്പ് എത്തിയപ്പം സെക്കൻഡ് റണ്ണർ സ്റ്റോപ്പ് ചെയ്തു. ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആയിരുന്നു 4 കിലോമീറ്റർ മുമ്പ്. അപ്പോൾ x-4 എത്തിക്കഴിഞ്ഞപ്പോൾ സെക്കൻഡ് റണ്ണർ സ്റ്റോപ്പ് ചെയ്തു. x-4. ഫസ്റ്റ് ഓടിയ ആളോ ആദ്യത്തെ 1/7 കവർ ചെയ്തു, 1/6 കവർ ചെയ്തു, 4 കവർ ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? കവറിങ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. x/2 കൂടെ കവർ ചെയ്തപ്പോഴാണ് സെക്കൻഡ് റണ്ണറിന്റെ അടുത്ത് എത്തിയത്. അപ്പം എക്സിന്റെ ടൈം എല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവന്നു, കോൺസ്റ്റന്റ് എല്ലാം റൈറ്റിലേക്ക് പോയി. അപ്പം എന്ത് വരും? x/7 പ്ലസ് x/6 പ്ലസ് x/2 മൈനസ് x ഈക്വൽ ടു -8 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് 42 കിലോമീറ്ററിന് കിട്ടും. അപ്പോൾ 42 ഉണ്ട്. അതേതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Then next question. A fuel station sold diesel costing 15,000 to 150 person on a day. If the lower limit of the sale to a person is ₹50, what is the maximum amount in rupees for which one person could have purchased diesel on that day? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എത്ര പേഴ്സൺ ഉണ്ട്? 150 പേഴ്സൺ ഉണ്ട്. അപ്പം n എന്തായിട്ട് എടുക്കാം? 150 ആയിട്ട് എടുക്കാം അല്ലേ? n 150 ആയിട്ട് എടുത്തു. ടോട്ടൽ എത്ര കോസ്റ്റ് ഉണ്ട്? 15,000 കോസ്റ്റ് ഉണ്ട്. ടോട്ടൽ 15,000 കോസ്റ്റ് ഉണ്ട്. 15,000 rupees ഉണ്ട്. ഇഫ് ദ ലോവർ ലിമിറ്റ് സെയിൽ ടു എ പേഴ്സൺ ഈസ് ₹50, മാക്സിമം മിനിമം 50 വെച്ചെങ്കിലും എല്ലാവരും അടയ്ക്കണം, ഫ്യൂവലിന് പേ ചെയ്യണം. അപ്പം ടോട്ടൽ 15,000 ഉണ്ട്.
50 വെച്ചെങ്കിലും മിനിമം എല്ലാവരും പേ ചെയ്യണം. അങ്ങനെ 150 ആൾക്കാരുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഇൻ റുപ്പീസ് ഫോർ വിച്ച് വൺ പേഴ്സൺ കുഡ് ഹാവ് പർച്ചേസ്ഡ് ഡീസൽ ഓൺ ദാറ്റ് ഡേ? ഒരാൾ മാക്സിമം എമൗണ്ട് എത്രയായിരിക്കും അന്ന് അവിടെ അടച്ചിട്ടുണ്ടായിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ടോട്ടൽ 150 പേരാണുള്ളത്, 150 ആണുള്ളത്. അതിൻ്റെ അകത്ത് 149 ആൾക്കാരും ലോവർ ലിമിറ്റിലാണ് അടിച്ചതെന്ന് വിചാരിക്കുക. അതായത് 149 ആൾക്കാരും 50 റുപ്പീസിനാണ് അടിച്ചെങ്കിൽ ബാക്കിയുള്ള ഒരാൾ എന്തായിരിക്കും മാക്സിമം റുപ്പീസ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പം അതിനെ എങ്ങനെ എഴുതാം? 15,000 equal to 149 into 50 plus x. ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 149 ആൾക്കാർ 50 വെച്ചടിച്ചു, ബാക്കിയുള്ളത് എക്സ് എന്ന് എടുത്തു. അപ്പോൾ എന്ത് വരും? 15,000 equal to 7,450 plus x എന്ന് വരും. അപ്പോൾ x equal to 15,000 minus 7,450 എന്ത് വരും? x equal to 7550. എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി.